العبد ليموت والدا إنه عاق لهما فلا يزال يدعو لهما ويستغفر لهما كتب له അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരിച്ചുപോയി, അവന്റെ ഉപ്പയോട് അവൻ ദുനിയാവിൽ ക്രൂരമായി പ്രവർത്തിച്ചവനായിരുന്നു, മൃഗീയമായി പ്രവർത്തിച്ചവനായിരുന്നു. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ ഒരു മകന്റെ വാപ്പ മരിച്ചു പോയാൽ ദുനിയാവിൽ ആ ഉപ്പയോടും ഉമ്മയോടും എത്രത്തോളം ക്രൂരത കാണിച്ചോ അതിന് പകരമായി മരണശേഷം അവർക്ക് വേണ്ടി ആ മക്കൾ ദുആ ചെയ്താൽ فلا يزال يدعو لهما, അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ കുതിബ ലഹു ബർറാ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുക മാത്രമല്ല ദുനിയാവിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച സന്താനങ്ങൾക്കും അല്ലാഹു നന്മ രേഖപ്പെടുത്തുമെന്ന് ഷഫീആയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ ആരെങ്കിലും തന്റെ ഉപ്പയോ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പശ്ചാത്തപിച്ച് ആ ഉപ്പാന്റെ ഖബറിന് വേണ്ടി നിങ്ങൾ കുറെ ചെയ്തു വെക്ക്. ഉപ്പാക്ക് വേണ്ടി കുറെ ദുആരക്ക്, ഉമ്മാക്ക് വേണ്ടി കുറെ ദുആരക്ക്. പരിശുദ്ധ ഖുർആൻ ഓതി ഈ സാല് സവാബ് ചെയ്. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി കുറെ സദഖകൾ ചെയ്. എങ്കിൽ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബദലായി മാറും, പകരമായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ലിൽ അബ്ദി സാലിഹി ദറജാ, ഒരു സാലിഹായ അടിമയ്ക്ക് അല്ലാഹു ഉന്നതമായ പദവി സ്വർഗ്ഗത്തിൽ കൊടുക്കുകയാ. ഉടനെ ഈ മരിച്ചു കിടക്കുന്ന സാലിഹായ സഹോദരൻ ചോദിക്കുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ലിൽ അബ്ദി സാലിഹി ദറജാ, സാലിഹായ സന്താനത്തിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് മരണപ്പെട്ടു പോയ പിതാവിനോ മാതാവിനോ അല്ലാഹു ഉന്നതമായ ദർജ ആഖിറത്തിൽ കൊടുക്കുമ്പോ ഈ മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി അന്നാ ലി ഹാദി, ഇത്രത്തോളം ഉന്നതമായ പദവി അലങ്കരിക്കാൻ ഞാൻ യോഗ്യനല്ലല്ലോ അല്ലാഹുവേ എന്ന് ഖബറിൽ കിടക്കുന്ന ഉപ്പയും ഉമ്മയും അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടി ഉണ്ടാകുമത്രേ, ബിഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കള് നിനക്ക് വേണ്ടി പശ്ചാത്തപിക്കുന്നുണ്ട്, നിന്റെ മക്കള് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നിന്റെ മക്കള് നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് ഇത്രത്തോളം ദരജകൾ ഉയർത്തി തരാൻ കാരണമെന്ന് റബ്ബ് ഏർപ്പെടുത്തിയ മാലാഖമാർ ആ ഖബറാളികൾക്ക് മറുപടി നൽകുമത്രേ. ദുനിയാവിൽ ദുആ ചെയ്താൽ ഖബറിനകത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കും. ദുനിയാവിലെ ദ്വാരക്കുമ്പോ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ ഖബറിനെ അല്ലാഹു വിശാലപ്പെടുത്തും. സാലിഹായ മക്കൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, സാലിഹായ മക്കൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇത് സാധ്യമാവുകയില്ല. സാലിഹായ മക്കൾ വേണം, സാലിഹീങ്ങളായ സാലിഹാത്തുകളായ മക്കൾ വേണം. മരിച്ചുപോയാൽ അവർക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യാം. ആ ഖബർ ഇങ്ങനെ വിശാലമായിക്കൊണ്ടേയിരിക്കും, ആ ഖബറിലെ ദർജ അല്ലാഹു കൂട്ടിക്കൊണ്ടേയിരിക്കും, ഉയർത്തിക്കൊണ്ടേയിരിക്കും. വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബറ അബവൈഹി ഫീ കുല്ലി ജുമുഅ കുതിബ ലഹു ബർറാ വഗുഫിറ ലഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരാൾ വെള്ളിയാഴ്ച രാവിൽ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്യുന്നുവോ ആ മരണപ്പെട്ട് കിടക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ഈ ദുആ ചെയ്യുന്ന മക്കൾക്ക് അല്ലാഹു നന്മ രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് ഷഫീആയ റസൂലുള്ളാഹി. മനസ്സിലായോ? മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടെങ്കിൽ ആ ദുആ ചെയ്യുന്ന മക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, ആ മരിച്ചു കിടക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയാൽ ദുനിയാവിലും ആഖിറത്തിലും കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണ്. സാലിഹീങ്ങളായ മക്കൾ, അവരുടെ ദുആയുടെ ബർക്കത്ത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ സന്ദർശിക്കണം.
നമ്മൾ പോയി സിയാറത്ത് ചെയ്യണം. സിയാറത്ത് ചെയ്യാത്ത ആളാണ് പ്രസംഗിക്കാൻ വരുന്നതെന്നൊക്കെ ആരെങ്കിലും ഒക്കെ എഴുതി നിങ്ങളെ പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഇല്ല, പണ്ട് ആരണ്ട് പറഞ്ഞ പോലെ കടുവ ഇറങ്ങിയതുപോലെ പുലി ഇറങ്ങിയതുപോലെയാണ്. ഞാൻ എവിടേക്ക് പോയാലും എന്റെ പിന്നിൽ കുറെ ആളിങ്ങനെ തോക്കുമായിട്ട് നിൽക്കുകയാണ്. എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഏത് കാസർഗോഡ് ജില്ലയിൽ വന്നിടം മുതൽ എന്റെ പിന്നാലെ കുറെ ഒഴിയാബാധകള്, ഓൾഡ് റൂഹാനികൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പല നിലയ്ക്ക് ഓരോന്നും പ്രചരിപ്പിച്ച് അവസാനം ഇന്നിവിടെ വന്നപ്പോ ഒരു പുതിയ നോട്ടീസ്, ഇയാൾ സിയാറത്ത് ചെയ്യാത്ത ആളാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടി സിയാറത്ത് ചെയ്യാനും ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കണം നിർബന്ധമൊന്നുമില്ലോ. ഈ പറയപ്പെട്ട വ്യക്തികളുടെ മുന്നിൽ പോയിട്ട് സിയാറത്ത് ചെയ്യാനും അവന്റെ മുന്നിൽ പോയിട്ട് നിസ്കരിക്കാനും നമ്മളെ കൊണ്ട് പറ്റുമോ? മുസല്ലി ഇല്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. മുസല്ലിയിൽ ഇടങ്ങേറുകാരന്മാർക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അങ്ങനെ നിയത്ത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന ആ ഒരു ശൈലിയെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശവും അഖീദയും അനുസരിച്ച് ആ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്, അതിൽ കൂലിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും സിയാറത്ത് ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട വ്യക്തികളുടെ മുന്നിൽ പോയിട്ട് അവരെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ വന്നു പോയാൽ ശാരീരികമായി ബന്ധപ്പെടുന്നത് ഇവരെ കാണിച്ചിട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ഇവർ പറയും ചിലപ്പോ ഇതിപ്പോ ഇയാൾ അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് ഇയാൾക്കുള്ളത് ചിലപ്പോൾ പറഞ്ഞാൽ ഇനിയിപ്പോ അതിനെ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി വരും, അള്ളാഹ്ക്കറിയാം. അപ്പൊ ഇങ്ങനെ കുറെ കിംവദന്തികളും കുറെ ബലാ മുസീബത്തുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓൾഡ് റുഹാനി, ഒഴിയാ ബാധ. അതിനുവേണ്ടി ഞാൻ ഇൻഷാ അല്ലാഹ് ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറെയൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറെ അള്ളി പിടിച്ചെടുക്കുന്ന കുറെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് കട്ടിയായ ഇജാസത്ത് വാങ്ങിയിട്ട് ഞാൻ ഓതുന്നുണ്ട്, അതങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ആരെങ്കിലും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ പോകണ്ട. അള്ളാഹ് അവർക്കും പുറത്തു കൊടുക്കട്ടെ, നമുക്കും പുറത്തു കൊടുക്കട്ടെ. അതല്ലേ നമുക്ക് പറയാനുള്ളൂ. അയാളെ വേറെ എന്താ പറയാ? അതിൽ വേറെ ഒന്നും പറയാനില്ല. വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം ഇപ്പൊ ഇന്ന് കണ്ട പുതിയ ന്യൂസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് പറയാൻ വേണ്ടി സിയാറത്തിന്റെ ഹദീസ് ഓതുമല്ല. മാതാപിതാക്കളും മക്കളും, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം പറയണമല്ലോ. മാതാപിതാക്കളും മക്കളും പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണം. അതിനുവേണ്ടി ഇച്ചിരി സൗണ്ട് വേണം, ഇച്ചിരി സൗണ്ട് ഇച്ചിരിയൊക്കെ ഇല്ല. മറ്റേ ആളില്ല, കറുത്ത ചങ്ങാതി അവനില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഉഷാറ് വെളിഞ്ചോ. അല്ല, മറ്റേ ചങ്ങാതി പോയാ അവനെ നമുക്കറിയാം. ഇച്ചിരി കൂടെ വെച്ച് തരാം, ഇച്ചിരി നല്ല ഉഷാറായിട്ട് വെയ്. തൊണ്ടെല്ലാം അടച്ചിരിക്കുക, പരിപാടി. ഇച്ചിരി ബാസ് കുറച്ച്